സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി. ഡൽഹിയിൽ നാളെ എന്തും സംഭവിക്കും. നിർണായകമായ ചർച്ചയ്ക്ക് നാളെ കളമൊരുങ്ങുമ്പോൾ മോദിക്ക് ഇനി വെട്ടിമാറ്റേണ്ടത് ഒരേ ഒരാളെയാണ്. ഈ രാജ്യം ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് കൂടിയാണ് നാളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത് മാത്രവുമല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പുറത്താക്കുമെന്ന് ആരും കരുതിയതുമല്ല. അവിടെയാണ് മോദി എല്ലാം തികഞ്ഞവനായി നിലകൊള്ളുന്നത്. കൂട്ടത്തിൽ അമിത്ഷായും കൂടെ ചേരുമ്പോൾ കോംബോ കറക്റ്റായി. പറഞ്ഞു വരുന്നത് അതിനിർണായകമായ ഒരു ചർച്ചയാണ് നാളെ രാജ്യ തലസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 18-ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ്. അതിനു പകരം ആര് എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരം കിട്ടുക നാളെയാണ്. ചൊവ്വാഴ്ച വിരമിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ പിൻഗാമിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റി തിങ്കളാഴ്ച അഥവാ നാളെയാണ് യോഗം ചേരുക. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളിന്റെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി 5-അംഗ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പാനലിൽ ഇനി മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ല. അവിടെ നിന്നുമാണ് നിർണായകമായ ഒരു പാനലിൽ നിന്നാണ് മോദിയും കേന്ദ്രവും ചീഫ് ജസ്റ്റിസിനെ പുറത്തേക്കെറിഞ്ഞത്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ട സമിതിയാകണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കേണ്ടതെന്ന് 2023 മാർച്ചിൽ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു. ഇത് മറികടക്കാൻ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രിയെന്നാക്കി ഭേദഗതി വരുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള സുപ്രീം കോടതി വിധി അട്ടിമറിക്കാനായി കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്ന ശേഷം ഇതാദ്യമായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കായുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സിന്ധുവിനെയും നിയമിക്കുന്നതിന് സെലക്ഷൻ കമ്മിറ്റി ചേർന്നിരുന്നു. രാജീവ് കുമാർ കഴിഞ്ഞാൽ സീനിയോറിറ്റി ഗ്യാനേഷ് കുമാറിനാണ്. 2029 ജനുവരി 26 വരെയാണ് ഇതിന് കാലാവധി. ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തീരുമാനിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മറ്റൊരാളെ കൂടി കണ്ടെത്തേണ്ടിയും വരും.